ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ വളരെ സിമ്പിളും ഈസി ആയിട്ട് നമുക്ക് ഉള്ളിയൊന്നും അരിഞ്ഞ് സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അല്പം മല്ലിയില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിന് ചൂടായതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 കറുകപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നല്ലതുപോലെ അത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നവരെ, എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ വലിയൊരു സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് 1 സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടതിന് ശേഷം നല്ലതുപോലെ പച്ചമണം മാറുന്ന വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മൾ അടപ്പൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ അല്പസമയം അടച്ചു വെച്ച് വീണ്ടും വേവിക്കുകയാണ്. അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല എങ്കിൽ ആ സമയത്ത് വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ഗ്രേവി പരുവത്തിനാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് പകരം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്താലും മതി, തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഗ്രേവിയൊക്കെ കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം നിങ്ങൾ ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂട്ടുകാർ മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.